ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് വെറുതെ ഇന്നിപ്പോൾ ഒരു തോന്നലാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ IFFK ഒക്കെ നടക്കുമല്ലേ, അപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ കയറിയത് തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. റൈറ്റ് നൗ സിനിമ ക്യാപിറ്റൽ ഓഫ് കേരള. വെൽക്കം ടു ദ 30th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, IFFK. അങ്ങനെ ഞാൻ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഈ IFFKയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് തോൾസഞ്ചിയും ID കാർഡും. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഒരു IFFK പൂർത്തിയാകത്തുള്ളൂ. എല്ലാവരും സാധാരണ പറയാറുണ്ട് സിനിമ ചെയ്യുന്നവരുടെ മാത്രമാണ് IFFK എന്ന്. ഒരിക്കലും അല്ല. ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. എല്ലാവരും പറയുന്നത് സിനിമ കാണുന്ന ആൾക്കാരാണ്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും കൂടെയാണ് IFFK. ഞാൻ കഴിഞ്ഞ IFFKക്ക് വന്നപ്പോൾ പരിചയപ്പെട്ട അതേയാളെ ഈ വർഷവും കണ്ട്. അതും കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. അന്ന് കണ്ട സെയിം തിയേറ്ററിൽ തന്നെ, സെയിം പൊസിഷനിൽ, സെയിം ടൈമിൽ തന്നെയാണ് വീണ്ടും അവരെ കണ്ടിരിക്കുന്നത്. ഇത്തവണ ഒത്തിരി ആളുകളോട് സംസാരിക്കുകയും സിനിമ വിശേഷങ്ങളോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഈ നല്ല വെയിലത്ത് വലിയ ക്യൂ നിന്ന് സിനിമ കാണാൻ പറ്റാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് കാണേണ്ട ഫിലിംസ് എല്ലാം ഞാൻ നേരത്തെ തന്നെ സോർട്ട് ചെയ്ത് ബുക്ക് ചെയ്തതുകൊണ്ട് ഞാൻ നേരെ തിയേറ്ററിലേക്ക് കയറി. ആദ്യം കണ്ടത് സിറാത്ത് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. നൈസ് മൂവിയായിരുന്നു. ഫുൾ മ്യൂസിക്കൽ DJ പരിപാടി, ഇഷ്ടപ്പെട്ടു. IFFKയുടെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് ഓപ്പൺ ഓഡിറ്റോറിയമായ നിശാഗന്ധിയിൽ രാത്രി 12 മണിക്ക് പ്രദർശിപ്പിക്കുന്ന മിഡ് നൈറ്റ് ഹൊറർ മൂവീസ്. ഇന്ന് നൈറ്റ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജോസ് ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് വേണം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ. ഓക്കെ, ബൈ.